ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിച്ച് നാം മനസ്സിലാക്കാൻ പോകുന്ന സബ്ജക്ട് യേശു ക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം. വളരെ കോൺട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം. Dear brothers, today I am trusting in God to reveal a message. The topic of that message is equality of Jesus with the Father, with God the Father. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ, ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ രൂപം മാറി. എങ്ങോട്ടേക്ക് രൂപം മാറിയേ? ഒന്ന് പറഞ്ഞേ, അവനവനോട് തന്നെ പറഞ്ഞേ, എങ്ങോട്ടേക്ക് രൂപം മാറിയേ? വേഷത്തിൽ മനുഷ്യനായി. എന്തിനാന്നറിയോ? മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ. സുവിശേഷത്തിന്റെ സത്യം ആദ്യം മനസ്സിലാക്കുക. ദൈവരൂപത്തിലുള്ള ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷം മാറി മനുഷ്യരൂപത്തിലേക്ക് മാറി. എന്തിനാ? മതം ഉണ്ടാക്കാനാ? ക്രിസ്തു മതം അല്ല. നമ്മൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ക്രിസ്തു മനുഷ്യരൂപത്തിലേക്ക് മാറിയത് മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. ഇതല്ലയോ സത്യം? പക്ഷെ ഇത് മറച്ചു വെച്ചിട്ട് എന്താ ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കണേ? അത് പറയാം, എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട്. So here we read that Jesus existed in the form of God, but we read later on that but emptied himself, taking the form of a bond servant and being made in the likeness of men. So why did Jesus do that? Why did Jesus voluntarily, even though Jesus was in the form of God, why did he empty himself and take on the likeness of man? The reason for that is because Jesus wanted to bring up those of us who are in the form of man. He wanted to bring us up into the form of God. And isn't this the truth? This is the overall context. This is the overall truth. And you are hiding this truth hiding this truth using the verse in the middle. You are trying to overturn this overall truth, and we will discuss that further. എന്നിട്ട് അതിന് പകരം എന്തുകൊണ്ടെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച് ദാസരൂപം എടുത്ത് മനുഷ്യരൂപത്തിലായി. മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് മാറ്റാനാണ് എന്നുള്ള സത്യം ഹൈഡ് ചെയ്തിട്ട് യേശു ഈ വചനത്തിൽ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ സമനാക്കി. ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1. പിന്നെ സമനാക്കിയ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയണ്ടേ? അത്യുന്നതനായ ദൈവത്തെ, പിതാവിനെ അങ്ങ് പുറത്താക്കി. ഒന്നാമത്തെ സ്റ്റെപ്പ് ദൈവപുത്രനായ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിനെ സമനാക്കി. അതിന് ഫിലിപ്പിയർ 2:6 സപ്പോർട്ട് പിടിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് സപ്പോർട്ട് പിടിക്കുന്ന പരിപാടിയാണ്. സപ്പോർട്ട് പിടിച്ചു. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് പിടിച്ച ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ പിതാവിനെ അങ്ങ് പുറത്താക്കിയിട്ട് അങ്ങോട്ടേക്ക് യേശുവിനെ കൊണ്ടുവന്നു. ഇല്ലെന്ന് പറയരുത്, ഞാൻ തെളിയിക്കും. ഓക്കെ, അടുത്തതിൽ തെളിയിക്കാം. So, dear brothers, we see that the overall truth is that Jesus was in the form of God, but he voluntarily emptied himself into the form of man so that he can bring us up, those who are in the form of man, into the form of God. But this is the overall truth. But they take a small snippet of this verse, that is verse 6. And they hide this overall truth. How do they hide it? The first step they do is they take this small part of this part of this sentence, that is verse 6, part of the sentence, and they bring Jesus and make him absolutely exactly equal to the Almighty God. That is not there in the verse, but they use this verse as support to make Jesus exactly equal to Almighty God. This is the first step. And the second step that they do is they kick out the Heavenly Father, kick out the Almighty God from the picture. So I will show you how they do that in the next step. നമ്മുടെ ടൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം. അതിന്റെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നിങ്ങൾ വായിക്കണം. യേശു ക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം സുവിശേഷത്തെ അട്ടിമറിക്കുവാൻ അല്ല ഉപയോഗിക്കേണ്ടത്, പകരം സുവിശേഷത്തിൽ എത്തിച്ചേരുവാനാണ് ഉപയോഗിക്കേണ്ടത്. തൊട്ട് താഴെ ദൈവരൂപത്തിൽ ഇരുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിലേക്ക് മാറിയത് മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരുവാനാണ് എന്ന സത്യം ആദ്യം എന്റെ സഹോദരങ്ങളെല്ലാം തിരിച്ചറിയും. ഈ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം തെറ്റിപ്പോകുന്നത്. യേശു ക്രിസ്തു ഒരിക്കൽ തന്റെ ചുറ്റുമുള്ള ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. മക്കളെ, ആദ്യം നമ്മുടെ അപ്പൻ എന്താണ് ചെയ്യുന്നതെന്ന് നാം അറിയണം. അപ്പന്റെ സാദൃശ്യത്തിലുള്ള, അപ്പന്റെ സ്വരൂപത്തിലുള്ള ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ് എന്നുള്ള സത്യം
നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞില്ല എങ്കിൽ ഇന്നത് അറിയേ. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒക്കെ മാറും. Dear brothers, please see the slide that I have shared. The topic is the equality of Jesus with the Father, Jesus with God. The topic speaks about the kind of how in what manner is Jesus equal with God. So, and below that, please read the first part as well. So, remember that what the true gospel does is you use the kind of equality that Jesus has with God to reach at the true gospel. Remember that the overall purpose of the Heavenly Father is that Jesus, although he was in the form of God, he voluntarily lowered himself so that he can bring us up, who are in the form of man, into the form of God. So remember that this is the overall plan of the Heavenly Father. What is the Heavenly Father doing? What the Heavenly Father is doing is he's trying to build up children for himself who are in his likeness, and he is using Jesus for that. So you must remember that that is the overall plan of this. That is the overall truth, and use the truth of this verse to support that overall truth instead of hiding that overall truth. ഹലോ, എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. രണ്ട് കൈ ഇങ്ങെടുത്തേ, രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേ. ഈ കയ്യില് ഫിലിപ്പി ലേഖനം 2:6, ഈ കയ്യില് എഫെസ്യ ലേഖനം 4:23. കേട്ടോ, രണ്ട് കയ്യിലും പിടിച്ചേക്കുവാണ്. ഓക്കെ, ഈ കയ്യിൽ എന്താണ്? ഫിലിപ്പി ലേഖനം 2:6. ഇതിലെന്താ പറയണേ? യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുന്നു. ഓക്കെ, ഈ കയ്യില് എഫെസ്യ ലേഖനം 4:24. ഇവിടെ പറയുന്നു, മോനെ നീ ഞാനും ദൈവരൂപത്തിലിരിക്കും. ഹലോ പിടുത്തം കിട്ടിയ? ഫിലിപ്പി ലേഖനം 2:6 പറയുന്നു യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുന്നു. എന്നാൽ എഫെസ്യ ലേഖനം 4:26 പറയുന്നു യേശു ക്രിസ്തുവിലുള്ള നീ ദൈവരൂപത്തിലിരിക്കുന്നു. മനസ്സിലായോ? നീ ആരുടെ മോനാന്ന്? യേശു ക്രിസ്തു എന്തിനാ ഇറങ്ങി വന്നെന്നറിയാമോ? ദൈവരൂപത്തിലുള്ള യേശു മനുഷ്യരൂപത്തിലേക്ക് വന്നത് മനുഷ്യരൂപത്തിലുള്ള നിന്നെ എന്നെയും ദൈവരൂപത്തിൽ കൊണ്ടുവരാനാ. ഇതാണ് സത്യം. ഈ സത്യത്തെ മറച്ചുകൊണ്ട് ഇതാ സുവിശേഷത്തെ അട്ടിമറിച്ച കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുത്തു. എന്നാൽ ഇനിയും പിശാചിന് കേറി മേയാനുള്ളതല്ല ഞാനും നീയും നമ്മുടെ സഭകളും. അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നേടപ്പെട്ട സഭകളാണ്. അതുകൊണ്ട് മനസ്സിലാക്കി ഇനിയും പിശാചിനെ വാഴുവാൻ, അവന്റെ ആളുകളെ വാഴുവാൻ അനുവദിക്കരുത്. ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ വാഴട്ടെ. യേശുവിൻ നാമത്തിൽ പിശാചി കിട്ടിയ തീട്ടുകൾ പൊട്ടി തകരട്ടെ. in the name of Jesus. So dear brothers, we have now two verses over here, and let us use this verse to demonstrate the overall plan of God. In Philippians chapter 2 verse 6, it says that Jesus is in the form of God. In Ephesians chapter 4 verse 24, it says that we in the new creation are also in the form of God. So what does that mean? God is using we were previously in the form of man, but Jesus, who was in the form of God, came down so that we can be lifted up to be in the form of God. And so, dear brothers, you can remember this is the overall plan. This is the overall plan of God, overall gospel. But Satan has used a misinterpretation of Philippians chapter 2 verse 6, where he made Jesus into an absolute equal with the Heavenly Father. He has used that to overturn this overall plan of the gospel. Remember that in the past we have allowed Satan to graze around in the church, but we should no longer allow something like that to happen in the church. The church is bought by the blood of our Lord Jesus Christ. We are all bought by the blood of our Lord Jesus Christ, and we should not allow such false teachings in the church, and we should not allow false teachers in the church. I pray that all the bondages of Satan be untied from the church. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മളുടെ തല ക്രിസ്തു. അതിന്റെ അർത്ഥം നമ്മളുടെ സ്ഥാനമല്ല ക്രിസ്തുവിന്റെ സ്ഥാനം, ക്രിസ്തു ഉയർന്ന സ്ഥാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ക്രിസ്തുവിന്റെ തല ദൈവം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിന്റെ സ്ഥാനമല്ല അത്യുന്നതനായ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. എന്നാൽ നമ്മളും ക്രിസ്തുവും ക്രിസ്തുവിന്റെ തലയായ സ്വർഗത്തെ പിതാവും എല്ലാം തുല്യരാണ്. ഇമേജ് കൊണ്ട്, സ്ഥാനം കൊണ്ട് തുല്യരല്ല. Dear brothers, this is why the Bible says that Christ is the head of us. Christ is the head of the man. What does that mean, that Christ is our head? That means that we and Jesus are not equal. Christ is above us. Christ is the head of us, the leader of us. Christ is head of us, greater than us. And in the same way, the Bible says that the Father is the head of the Christ. That means that Christ, in terms of authority, power, etc., Father and Jesus are not the same, but Father is the Most High God. But in terms of image, the Father, Jesus, and us, all of us are similar are equal in image.
സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും നിങ്ങളിൽ സമൃദ്ധമായി വസിക്കുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is listening via this audio-visual medium. May God's presence, love, and peace abundantly breathe in your life. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്നു തരട്ടെ എന്നും തന്റെ സത്യത്തിന്റെ ചിന്തകൾ എന്നിലൂടെ ആ ഹൃദയങ്ങളിൽ വീഴട്ടെ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, തുടർന്നും ശ്രവിക്കുന്ന ഏവരുടെ മേലും ദൈവത്തിന്റെ സത്യചിന്തകൾ അവരിൽ വീണ് അവരിൽ അത് വളരുവാൻ, അത് ഫലമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May God's true word fall through pastor, through me, through pastor. May all of your hearts, I pray to God that may all of your hearts be opened, and may God's true word be sown through me, through pastor, in each of your hearts, and not only yours, but for everyone who is listening to this in the future as well. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിച്ച് നാം മനസ്സിലാക്കാൻ പോകുന്ന സബ്ജക്ട് യേശുക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം. വളരെ കോൺട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം. ഇത് നിങ്ങളോട് പറയാനുള്ള കാര്യവും കൂടെ ഒന്ന് പറയാം. ഇന്നലെ ഒരു വയോധികനായ, ഒരു പെന്തക്കോസ്ത് സഭയിൽ നിന്ന് വയോധികനായ ഒരു ദേവദാസനെ വിളിച്ചു. എന്നിട്ട് എന്നോട് അദ്ദേഹത്തിന്റെ ദുഃഖം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ ചുറ്റുമുള്ള പലരോടും, എല്ലാവരോടും അല്ല, പലരോടും സത്യം പറയുമ്പോൾ യേശുക്രിസ്തുവിന് ദൈവത്തോട് സമത്വമുണ്ട് എന്ന് പറഞ്ഞ് ഈ കൂട്ടർ ബഹളം വെക്കുന്നു. അപ്പോ അദ്ദേഹം സത്യം പറയുമ്പോൾ തിരിച്ച് ഇവർ ബഹളം ഉണ്ടാക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ടാണ് ഫിലിപ്പിയർ ലേഖനം 2:6 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: യേശുക്രിസ്തുവിന് ദൈവത്തോട് സമത്വമുണ്ട്. ഇതും പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നു. നമുക്കത് പുറകെ വായിക്കാം. ട്രാൻസ്ലേഷൻ നടക്കട്ടെ. Dear brothers, today I am trusting in God to reveal a message. The topic of that message is equality of Jesus with the Father, with God the Father. So the context of this message is that this is a subject that has been debated quite a lot. The context of why I am talking about this today is that yesterday a servant of God, a Pentecostal pastor, had called me, and he had complained to me that he had said that when he says the truth, speaks the truth, no one listens to him. Everyone argues with him, saying that Jesus is equal with the Father, and they bring up Philippians chapter 2 verse 6 as a proof for that. So today we'll be dealing with that topic. അപ്പോൾ നമുക്ക് ആദ്യം ആ ഭാഗം ഒന്ന് വായിക്കാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് സത്യമാണോ അല്ലയോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, തീർച്ചയായും ആ ഭാഗം സത്യമാണ്. പക്ഷേ ആ ഭാഗം ഇന്ന് പിശാചു വാഴുന്ന സഭകൾ അത് ഉപയോഗിക്കുന്നത് ബൈബിളിലെ സത്യത്തെ മറച്ചു കളയാനാണ്. എന്നാൽ ആ സത്യം ഉപയോഗിച്ച് നാം സത്യത്തിൽ, സുവിശേഷത്തിൽ എത്തിച്ചേരുവാനല്ല അത് ഉപയോഗിക്കപ്പെടുന്നത്. പകരം സത്യത്തെ മറിച്ചു കളയാനാണ്, അപ്രൂട്ട് ചെയ്യാനാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് വചനം വായിക്കാം. ട്രാൻസ്ലേഷൻ നടക്കട്ടെ. So dear brothers, so this is a verse, Philippians chapter 2 verse 6. So this is a verse that as we know, the book of the verse in the Bible is true. So Philippians chapter 2 verse 6 is true, but unfortunately many people are using this truth to overturn the actual truth, to hide the actual truth,
and instead of growing in the truth. So today we'll be trying to understand it in the correct context. ഇത് ഫിലിപ്പിയർ 2:6 അവർ സംസാരിക്കുന്ന വിഷയം. എന്നാൽ യഥാർത്ഥത്തിൽ അത് 5 മുതലാണ് സംസാരിക്കേണ്ടത്. കാരണം അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആ ദിവ്യ സ്വഭാവം, താഴ്മയുള്ള സ്വഭാവം നമുക്കുണ്ടാകണം എന്നൊരു സന്ദേശമാണ് അത് മുഴുവനും നമുക്ക് തരുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് യേശുക്രിസ്തുവിന് ഇതാ ദൈവത്തോട് ഇക്വാലിറ്റി ഉണ്ടെന്നുള്ളത് മാത്രം എടുത്തിട്ട് യഥാർത്ഥത്തിൽ സത്യത്തെ മറിച്ച് കളയുന്ന ഒരനുഭവമാണ് ഇന്ന് നല്ലൊരു പങ്ക് സഭകളിൽ നടക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും നല്ല ദൈവദാസന്മാർ നയിക്കുന്ന സഭകളും ഉണ്ട്. അപ്പോ ഈ കോണ്ടെക്സ്റ്റ് 2:6 വായിക്കുന്നതിന് മുമ്പ് 2:5 ഒന്ന് വായിക്കണം. യഥാർത്ഥത്തിൽ ദൈവം എന്താണ് തന്റെ ആത്മാവിലൂടെ നമ്മളോട് അറിയിക്കുന്നത്? വേറൊന്നുമല്ല, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് സന്ദേശം. അതായത് താൻ തന്റെ ഉയർന്ന സ്ഥാനം മുറുകെ പിടിക്കാതെ താൻ തന്നെത്താനെ ഒഴിച്ച് താഴ്ന്ന സ്ഥാനത്തേക്ക് വന്നു. അതുകൊണ്ട് ദൈവം ഉയർന്ന സ്ഥാനം ക്രിസ്തുവിന് കൊടുത്തു. ഈ ഭാവം നിനക്കും ഉണ്ടെങ്കിൽ നിനക്കും ഇതേപോലെ തന്നെ ഉയർന്ന സ്ഥാനം കിട്ടുമെന്നാണ് സന്ദേശം. പക്ഷെ സന്ദേശമൊന്നും നമ്മൾ ഏറ്റെടുത്തില്ല. നമ്മൾ അതിന്റെ ഇടയിലുള്ള ഒരു വാക്യം ഏറ്റെടുത്തിട്ട് അത് സുവിശേഷത്തെ അട്ടിമറിക്കാൻ വേണ്ടി അങ്ങ് ഉപയോഗിച്ചു. വളരെ ദയനീയമായി പോയി എന്റെ സഹോദരങ്ങളുടെ നല്ലൊരു പങ്കിന്റെ അവസ്ഥ. Dear brothers, when we speak about when they typically use this verse to argue that Jesus is equal with the Father, what they typically do is they take just the verse, that is Philippians chapter 2 verse 6 alone. They take it out of context and do not consider the entire context. But when we read, we will read it from chapter 2 verse 5 or even from before that as well. Because if we look at the overall message that Saint Paul is giving to the church over there, is that you should be humble and you should have the same attitude of Christ, wherein he says that Jesus had a high position. He lowered himself, voluntarily lowered himself into a lower position and did the great deed for God. And as a result of that, God himself raised him up to a higher position than before. So that is the overall message of it, of this entire paragraph. But what they do is they ignore the overall message. They take one verse in the middle and take it out of context and misinterpret it. But let us read it in the full context and see. ഫിലിപ്പിയർ 2:5 മുതൽ ഞാൻ വായിക്കുകയാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. തൽക്കാലം നമുക്ക് അത്രയും വായിച്ച് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല. അപ്പോ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു സന്ദേശം തരികയാണ്. ക്രിസ്തയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു ദൈവ രൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. ശ്രദ്ധിക്കുക, ക്രിസ്തു അത്യുന്നതനായ ദൈവമായിരിക്കുകയല്ല, ദൈവ രൂപത്തിൽ ഇരിക്കെ, ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ശ്രദ്ധിക്കുക, ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ദൈവത്തോട് എന്തുണ്ട്? സമത്വമുണ്ട്. സത്യമാണ് ഈ കാര്യം. പക്ഷെ ഈ സത്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് സത്യത്തിൽ എത്തിച്ചേരാനാണ്, അല്ലാണ്ട് സത്യത്തെ അട്ടിമറിച്ച് കളയാനല്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണതെന്ന് ട്രാൻസ്ലേഷന് ശേഷം ഞാൻ പറയും. So let us read this from from verse 5 onwards. Let's for now read verse 5 and 6 alone and try to discuss that. The verse, let me read.
have this attitude in yourself, which was also in Christ Jesus, who, although he existed in the form of God, so remember, he says Jesus existed in the form of God. It does not say that Jesus existed as God. Instead, it says Jesus existed in the form of God, who, although he existed in the form of God, did not regard equality with God a thing to be grasped. So this verse is true. Jesus had equality with God in some sense, but this verse is true. But we should use this verse to reach the full truth and not to overturn the full truth and hide the full truth. I will explain explain forward how this verse is true. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചോ? ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ, ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ രൂപം മാറി. എങ്ങോട്ടേക്കാ രൂപം മാറിയേ? ഒന്നൊന്ന് പറഞ്ഞേ, അവനവനോട് തന്നെ പറഞ്ഞേ, എങ്ങോട്ടേക്കാ രൂപം മാറിയേ? വേഷത്തിൽ മനുഷ്യനായി. എന്തിനാന്നറിയാമോ? എന്തിനാന്നറിയോ? മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഹലോ 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 സുവിശേഷത്തിന്റെ സത്യം ആദ്യം മനസ്സിലാക്കുക. ദൈവരൂപത്തിലുള്ള ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷം മാറി മനുഷ്യരൂപത്തിലേക്ക് മാറി. എന്തിനാ? മതം ഉണ്ടാക്കാനാ? ക്രിസ്തു മതം? അല്ലേ അല്ല, നമ്മൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചത്. ക്രിസ്തു മനുഷ്യരൂപത്തിലേക്ക് മാറിയത് മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ. ഇതല്ലയോ സത്യം? ഇതല്ലയോ സത്യം? ഇതല്ലയോ സത്യം? ഇതല്ലയോ സത്യം? പക്ഷെ ഇത് മറച്ചു വെച്ചിട്ട് എന്താ ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കണേ? അത് പറയാം. എന്താ ചെയ്തോണ്ടിരിക്കണേന്ന് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട്. So here we read that Jesus existed in the form of God, but we read later on that but emptied himself, taking the form of a bond servant and being made in the likeness of men. So why did Jesus do that? Why did Jesus voluntarily, even though Jesus was in the form of God, why did he empty himself and take on the likeness of man? The reason for that is because Jesus wanted to bring up those of us who are in the form of man. He wanted to bring us up into the form of God. And isn't this the truth? This is the overall context. This is the overall truth. And you are hiding this truth in order to hiding this truth using the verse in the middle. You are trying to overturn this overall truth, and we will discuss that further. എന്നിട്ട് അതിന് പകരം എന്തുകൊണ്ടെന്നറിയാമോ? യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ച് ദാസരൂപം എടുത്ത് മനുഷ്യരൂപത്തിലായി. മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് മാറ്റാനാണ് എന്നുള്ള സത്യം ഹൈഡ് ചെയ്തിട്ട് യേശു ഈ വചനത്തിൽ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോയി അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ സമനാക്കിയ ആദ്യത്തെ സ്റ്റെപ്പ് നമ്പർ 1. പിന്നെ സമനാക്കിയ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയണ്ടേ? അത്യുന്നതനായ ദൈവത്തെ, പിതാവിനെ അങ്ങ് പുറത്താക്കി. ഒന്നാമത്തെ സ്റ്റെപ്പ് ദൈവപുത്രനായ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് അത്യുന്നതനായ ദൈവത്തിന് സമനാക്കി. അതിന് ഫിലിപ്പിയർ ലേഖനം 2:6 സപ്പോർട്ട് പിടിച്ചു. സ്റ്റോക്ക് മാർക്കറ്റ് സപ്പോർട്ട് പിടിക്കുന്ന പരിപാടിയുണ്ട്. സപ്പോർട്ട് പിടിച്ചു. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് പിടിച്ച ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ പിതാവിനെ അങ്ങ് പുറത്താക്കിയിട്ട് അങ്ങോട്ടേക്ക് യേശുവിനെ കൊണ്ടുവന്നു. ഇല്ലെന്ന് പറയരുത്, ഞാൻ തെളിയിക്കും. ഓക്കെ, അടുത്തതിൽ തെളിയിക്കാം. So, dear brothers, we see that the overall truth is that Jesus was in the form of God, but he voluntarily emptied himself into the form of man, so that he can bring us up, those who are in the form of man, into the form of God. But this is the overall truth. But they take a small snippet of this verse, that is verse 6, and they hide this overall truth. How do they hide it?
The first step they do is they take the small part of this part of this sentence, that is verse 6, part of the sentence, and they bring Jesus and make him absolutely exactly equal to the Almighty God. That is not there in the verse, but they use this verse as support to make Jesus exactly equal to Almighty God. This is the first step. And the second step that they do is they kick out the Heavenly Father, kick out the Almighty God from the picture. So I will show you how they do that in the next step. Number 1, അതിന്റെ തെളിവാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നോർമലി എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വർഗസ്ഥ പിതാവിനെ പുറത്താക്കി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിന്റെയും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം പറഞ്ഞുകൊണ്ടാണ്. നമ്പർ 1. ഇനി നിങ്ങളുടെ ചർച്ചകളിലേക്ക് കടന്നുപോയാൽ അവിടെ ആരാധന സമയത്ത് നിങ്ങൾ പാടുന്ന പാട്ടുകളിൽ ഓൾമോസ്റ്റ് എല്ലാം പുത്രനെ കുറിച്ച് മാത്രമായിരിക്കും. നമ്പർ 2. നമ്പർ 3, നിങ്ങളുടെ പാഠ്യപുസ്തകം എടുക്കുക. ആ പാഠ്യപുസ്തകം എടുത്തിട്ട് നിങ്ങൾ ആ പാഠ്യപുസ്തകത്തിലെ മൊത്തം പാട്ടുകളുടെ എണ്ണം എടുക്കുക. എന്നിട്ട് എത്ര പാട്ട് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് ഉണ്ടെന്നൊന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് കാണാം വളരെ നെഗ്ലിജിബിൾ. സിയോൻ ഗീതാവലി എന്ന പുസ്തകമാണ് എന്റെ കയ്യിലിരിക്കണേ. 2000-ൽ പരം പാട്ടുകൾ ഇതിലുണ്ട്. ഒരാളെ വെച്ച് നിർത്തി എണ്ണിച്ചപ്പോ അയാൾക്ക് ആകപ്പാടെ കിട്ടിയത് 74 പാട്ടാണ് പിതാവിനെ കുറിച്ച്. ഇനിയുമുണ്ട്. പിതാവിനെ ഇന്ന് പുറത്താക്കുവാൻ പിശാച് ഉപയോഗിക്കുന്നത് പുത്രനെയാണ്. വളരെ ലജ്ജാകരമായി പോയി. ഈ പിശാചിന്റെ തന്ത്രം മനസ്സിലാക്കുവാൻ ക്രിസ്തീയ സഭകളിൽ ആരുമില്ലയോ? സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുതെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. തിരുവചനം നമുക്ക് തരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊണ്ട് പിതാവിനെ ഒഴിവാക്കുകയല്ല, പകരം ക്രിസ്തുവിലൂടെ പിതാവിൽ എത്തിച്ചേരുകയാണ്. ഈ നഗ്ന സത്യം അറിയാതിരിക്കുകയാണോ എന്റെ സഹോദരങ്ങൾ? Dear brothers, now you may accuse me and say that we are not kicking out the Father. Let me give you some very strong evidences that you are kicking out the Father in our typical everyday churches now. 1, whenever we greet a person, we say praise the Lord or greetings in the name of Lord Jesus. But if you look at the Bible, if you look at all the epistles, every single epistle begins by greeting in the name of the Father and then the Son. So we no longer greet in the name of our Heavenly Father. We are kicked out Heavenly Father in our day from the very beginning, from the greeting stage itself. Then if you go to a typical church, you will see that rarely do we sing hymns in praise of our Heavenly Father. Almost all hymns are in praise of our Lord Jesus. We have in most of the hymn books, there is very negligible in proportion songs about the Heavenly Father. Pastor just raised up the book, the Sion Gitavali, which is kind of a standard book that is used in Malayalam services. There are around 2,000 plus hymns in that book, and we had and Pastor had a person sit and count the number of hymns which is about the Heavenly Father, and unfortunately, dear brothers, the number was 74 out of 2,000 plus songs. So you can see the number of the importance that is being given to the Father has been reduced drastically. You can see Satan is using Lord Jesus himself to hide the Heavenly Father. This is a tactic that Satan has been using, and unfortunately, we have not been able to recognize it. As the Bible says, we should be wise to the tactics of the Satan so that he won't defeat us. But unfortunately, in many churches, they have not been able to recognize this basic tactic that Satan has used Jesus himself to kick out the Heavenly Father from the picture. Hallelujah. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ആരും ചതിക്കരുത്, വഞ്ചിക്കരുത്. എന്തിന് പിശാചിന്റെ വഞ്ചനയിൽ വീഴണം? പിശാച് ഇന്ന് വഞ്ചിക്കുന്നത് മറ്റൊരു മതം കൊണ്ടല്ല. പിശാച് നമ്മളെ വഞ്ചിക്കുന്നത് പ്രധാനമായി ഉപയോഗിക്കുന്നത് സുവിശേഷം തന്നെയാണ്. അവന്റെ വ്യാജ സുവിശേഷം. ഹല്ലേലൂയ. വ്യാജ സുവിശേഷം.
ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. എന്തിനാ ഈ സാക്ഷാൽ ചേർക്കുന്നേ? ഞാനാണ് മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ പോരെ? കാരണം യേശു ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളി സാക്ഷാല. അനേക ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരനെ ചതിക്കപ്പെടരുത്. യേശു ക്രിസ്തുവിലൂടെ നമ്മൾ അത്യുന്നതനായ ദൈവമായ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരണം. ഇതാണ് യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തെ ഒഴിവാക്കുന്ന സുവിശേഷം വ്യാജമാണ് മക്കളെ, വ്യാജമാണ്. ഇതാ ഞാൻ നിങ്ങൾക്ക് 1 പത്രോസ് 1:19-20 ഇതാ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമ്മുടെ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഡെൽമാസിസ്റ്റർ ഉണ്ടെങ്കിൽ വചനം വായിക്കാം. 1 പത്രോസ് 2-19-20 വാക്യം വായിച്ചു. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും. 1-19-20 2 1. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, എന്നെ ക്ഷമിക്കുക. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. അവൻ, അതായത് ക്രിസ്തു. ശ്രദ്ധിച്ചു കേട്ടോളാം. ഞാൻ ബൈബിൾ തെറ്റിച്ചു വായിക്കാൻ പോവാ. ഞാൻ ബൈബിൾ തെറ്റിച്ചു വായിക്കാൻ പോവാ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആവുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ. അവനാവുന്ന അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അവനാവുന്ന അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അങ്ങനെയാണോ? അതോ അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളാണോ? നിങ്ങളൊന്ന് ബൈബിൾ നോക്കുക. അവനാകുന്ന അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളാണോ? അതോ അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? അപ്പൊ മുഖാന്തരത്തെ പിടിച്ച് ഒറിജിനലിനെ, അത്യുന്നതനായ ദൈവത്തെ ഒഴിവാക്കി. ഇതല്ല, ഇത് നമ്മൾ തന്നെ നമ്മൾക്ക് നാശത്തിന്റെ കുഴി തോണ്ടുകയാണ്. ആകാശനികളിൽ മനുഷ്യനെ രക്ഷിച്ച് സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തിപ്പാൻ വേറെ ഒരു നാമവും നൽകിയിട്ടില്ല, ഈ ക്രിസ്തു എന്ന നാമം അല്ലാതെ. പക്ഷേ കളകൾ, പിശാചിന്റെ ആളുകൾ സഭയുടെ ഉള്ളിൽ കയറിയിട്ട് ഈ സുവിശേഷത്തെ പെർവേർട്ട് ചെയ്ത് കളയുകയാണ്, മറിച്ച് കളയുകയാണ്. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇതാ, ഇത്ര വേഗം നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയോ? അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല. ചിലർ നിങ്ങളെ കലക്കി സുവിശേഷത്തെ മറിച്ച് കളയുകയാണ്. ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം ഈ ജനത്തെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന സുവിശേഷം അത് ഒറിജിനൽ അല്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗസ്ഥ പിതാവാണ്. ഇതാണ് യേശു പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗീയ പിതാവാണ്. Dear brothers, we should use Jesus as a way to reach the Father and become one with the Father. But instead, what it is being taught in many places is we use Jesus to kick out the Father. That's not true. That is false teaching. Jesus says that I am the true vine, and we are the branches, and we should remain in the true vine. Remember, why does Jesus say I am the true vine? Why doesn't he say I am vine? Because Jesus knows that there will be false vines, fake vines that will come up. Remember, dear brothers, in these days, Satan is not using other religions to deceive the people. He is not using other religions to deceive people away from God. Instead, he is using a fake gospel itself to deceive people away from God. Let me read 1 Peter 1 chapter 19, verse 19. But with precious blood, as of a lamb, unblemished and spotless, the blood of Christ, for he was foreknown
before the foundation of the world, but has appeared in these last times for the sake of you, who through him are believers in God, who raised him from the dead and gave him glory, so that your faith and hope are in God. So this is a verse that many people know. But remember, in the current teaching, how do they misinterpret this word? Verse. If I were to read this verse instead of who through him are believers in God, who through Jesus are believers in God, if I were to misinterpret this word and say that who are believers in Jesus the God, will you accept that? But that is what many people are who through who are. If I misinterpret and say that who are believers in Jesus the Almighty God, will you accept that? But that is how many people are misinterpreting this verse right now. Dear brothers, Jesus says, I am the way, truth, and the life, and no one reaches the Father through me. So Heavenly Father is the Almighty God, and we are supposed to reach the Almighty God through our Lord Jesus Christ. But currently the truth is being overturned. മറ്റൊരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് മടങ്ങി വരാം. ഇത് തന്നെയാണ് ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 25 പറയുന്നത്. ആ വാക്യം 7:25 ശബ്ദം നിർത്തി വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. താനാവുന്ന അത്യുന്നതനായ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയെന്നല്ല, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പോ താൻ അവിടെ ക്രിസ്തു അവിടെ ഒരു മുഖാന്തരമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്, പ്രസംഗകരുടെ വാക്കുകളല്ല. ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കണം. പകരം ക്രിസ്തുവിനെ ഉപയോഗിച്ച് ദൈവത്തെ ഒഴിവാക്കുന്നത് എത്രയോ അപകടമാണ്. ഇപ്പൊ ചിലര് പറയുന്നുണ്ട് ക്രിസ്തു പിതാവ് ഒന്നാടോ. അത് നിങ്ങളുടെ പ്രസംഗാര് പഠിപ്പിച്ചതാ. ക്രിസ്തുവും പിതാവ് ഒരാളാണോ? എന്റെ പ്രിയ സഹോദര, ക്രിസ്തുവും പിതാവും ഒന്നാണ്. പക്ഷെ ക്രിസ്തുവും പിതാവും ഒരാളല്ല. യേശു ഒരു പ്രാവശ്യം പറഞ്ഞു ഞാനും പിതാവും ഒന്നാണെന്ന്. പക്ഷെ അതിനോട് ചേർന്ന് യേശു പലവട്ടം കൂട്ടിച്ചേർത്തു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി മാറും. അതെന്താ മിണ്ടാത്തെ? അതും കൂടി ചേർത്ത് പറയണ്ടേ? ഇതല്ലേ ദൈവത്തിന്റെ ലക്ഷ്യം, നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തോട് ഒന്നായി മാറും. Dear brothers, before returning to the main verse, let us go through one more verse. This is Hebrews chapter 7 verse 25. Therefore he is able also to save forever those who draw near to God through him, since he always lives to make intercession for them. This is the verse. Now if I were to misread this verse and say, therefore he is able to save forever those who draw near to him, who is near to Jesus himself, who is the Almighty God, will you accept that? That would be a blatant misrepresentation of the word, but that is what many churches now are saying. But many of them will return and say Jesus and the Almighty God are one person, are one. Jesus and the Almighty God are one person. Dear brothers, that's a misrepresentation. Jesus and the Almighty God are one. Jesus himself has said that. But whenever he said that, he has also said that just like I and the Father are one, you also should be one with us. Why are you not saying that verse, not saying this part as well, that Jesus himself said along with when he said Jesus, I and the Father are one? You don't say that verse, but just say the part of what Lord Jesus said. And nowhere in the Bible does Jesus say that he and the Father are one person. ഇതാ നമ്മളുടെ മെസ്സേജിലേക്ക് ടൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം. അതിന്റെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നിങ്ങൾ വായിക്കണം. യേശു ക്രിസ്തുവിന് ദൈവത്തോടുള്ള സമത്വം സുവിശേഷത്തെ അട്ടിമറിക്കുവാൻ അല്ല ഉപയോഗിക്കേണ്ടത്, പകരം സുവിശേഷത്തിൽ എത്തിച്ചേരുവാനാണ് ഉപയോഗിക്കേണ്ടത്. തൊട്ട് താഴെ
ദൈവരൂപത്തിൽ ഇരുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിലേക്ക് മാറിയത് മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരുവാനാണ് എന്ന സത്യം ആദ്യം എന്റെ സഹോദരങ്ങളെല്ലാം തിരിച്ചറിയും. ഈ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം തെറ്റിപ്പോകുന്നത്. യേശു ക്രിസ്തു ഒരിക്കൽ തന്റെ ചുറ്റുമുള്ള ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. മക്കളെ, ആദ്യം നമ്മുടെ അപ്പൻ എന്താണ് ചെയ്യുന്നതെന്ന് നാം അറിയണം. അപ്പന്റെ സാദൃശ്യത്തിലുള്ള, അപ്പന്റെ സ്വരൂപത്തിലുള്ള ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞില്ല എങ്കിൽ ഇന്നത് അറിയേ. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ മാറും. Dear brothers, please see the slide that I have shared. The topic is the equality of Jesus with the Father, Jesus with God. The topic speaks about the kind of how in what manner is Jesus equal with God. So, and below that, please read the first part as well. So, remember that what the true gospel does is you use the kind of equality that Jesus has with God to reach at the true gospel. That remember that the overall purpose of the Heavenly Father is that Jesus, although he was in the form of God, he voluntarily lowered himself so that he can bring us up, who are in the form of man, into the form of God. So remember that this is the overall plan of the Heavenly Father. What is the Heavenly Father doing? What the Heavenly Father is doing is he's trying to build up children for himself who are in his likeness, and he's using Jesus for that. So you must remember that that is the overall plan of this. That is the overall truth, and use the truth of this verse to support that overall truth instead of hiding that overall truth. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പൊ പലർക്ക് ഹൃദയത്തിലൊരു സംശയം വന്നിട്ടുണ്ട്. നമ്മൾ ദൈവരൂപത്തിലേക്കാവോ? ദൈവരൂപത്തിലുള്ള ക്രിസ്തു മനുഷ്യരൂപത്തിലേക്കായി. എന്തിനാണ്? മനുഷ്യരൂപത്തിലുള്ള നമ്മളെ ദൈവരൂപത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായി ദൈവരൂപത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇതാണ് എഫേസ്യ ലേഖനം 4:24 പറയുന്നത്. നമ്മൾ എന്തായി തീർന്നെന്ന് അറിയാമോ? ദൈവരൂപത്തിലുള്ള പുതിയ മനുഷ്യൻ നമ്മളിൽ വെളിപ്പെടണം. ദൈവരൂപത്തിൽ, ഇവിടെ യേശുക്രിസ്തു മാത്രമല്ല, ദൈവരൂപത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് ജനിക്കപ്പെട്ട പുതിയ സൃഷ്ടികളായ നമ്മളും ദൈവരൂപത്തിലാണ് എന്ന സത്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. വായിച്ചാട്ടെ, എഫേസ്യ ലേഖനം 4:24. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഞെട്ടൽ ഉളവാക്കട്ടെ. നിങ്ങൾ ദൈവരൂപത്തിലാ, പുതിയ സൃഷ്ടിയിലെ നിങ്ങൾ. യേശു ദൈവരൂപത്തിലായിരുന്നതുപോലെ പുതിയ സൃഷ്ടിയിൽ നിങ്ങളും അതേ രൂപത്തിലാ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. Hallelujah. Dear brothers, now some of you may be having this question: are we really going to be transformed into the form of God? Dear brothers, let me give you a scriptural support for this verse. This is Ephesians chapter 4 verse 24, and from this you can see that what God wants is put on the new self, which in the likeness of God has been created in righteousness and holiness of the truth. So what God is doing here is that those of us who are in the new creation, we are also in the likeness of God. And those of us in the new creation are also in the likeness of God, and we should recognize that, and we should be shocked from that. So you must understand that the overall plan of God is to lift us up, who are in the form of man, into the form of God. ഹലോ, എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. രണ്ട് കൈ എടുത്തേ, രണ്ട് കൈ ഇങ്ങനെ പിടിച്ചേ. ഈ കയ്യില് ഫിലിപ്പി ലേഖനം 2:6.
ഈ കയ്യില് എഫേസ്യ ലേഖനം 4:23. കേട്ടോ, രണ്ട് കയ്യിലും പിടിച്ചേക്കുവാണ്. ഓക്കെ, ഈ കയ്യിൽ എന്താണ്? ഫിലിപ്പിയ ലേഖനം 2:6. ഇതിലെന്താ പറയണേ? യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുന്നു. ഓക്കെ, ഈ കയ്യില് എഫേസ്യ ലേഖനം 4:24. ഇവിടെ പറയുന്നു, മോനെ നീ ഞാനും ദൈവരൂപത്തിലിരിക്കുന്നു. ഹലോ ഹലോ, വല്ലതും പിടുത്തം കിട്ടിയ? ഫിലിപ്പിയ ലേഖനം 2:6 പറയുന്നു യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുന്നു. എന്നാൽ എഫേസ്യർ 4:26 പറയുന്നു യേശു ക്രിസ്തുവിലുള്ള നീ ദൈവരൂപത്തിലിരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ? നീ ആരുടെ മോനാണ്? യേശു ക്രിസ്തു എന്തിനാ ഇറങ്ങി വന്നെന്നറിയാമോ? ദൈവരൂപത്തിലുള്ള യേശു മനുഷ്യരൂപത്തിലേക്ക് വന്നത് മനുഷ്യരൂപത്തിലുള്ള നിന്നെ എന്നെയും ദൈവരൂപത്തിൽ കൊണ്ടുവരാനാ. ഇതാണ് സത്യം. ഈ സത്യത്തെ മറച്ചുകൊണ്ട് ഇതാ സുവിശേഷത്തെ അട്ടിമറിച്ച കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ അനുവദിച്ചു കൊടുത്തു. എന്നാൽ ഇനിയും പിശാചിന് കേറി മേയാനുള്ളതല്ല ഞാനും നീയും നമ്മുടെ സഭകളും. അത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നേടപ്പെട്ട സഭകളാ. ഇതുകൊണ്ട് മനസ്സിലാക്കി ഇനിയും പിശാചിനെ വാഴുവാൻ, അവന്റെ ആളുകളെ വാഴുവാൻ അനുവദിക്കരുത്. ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ വാഴട്ടെ. യേശുനാമത്തിൽ പിശാചി കിട്ടിയ കേട്ടുകൾ പൊട്ടി തകരട്ടെ. in the name of Jesus. Amen. 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 Go ahead, Mone. So, dear brothers, we have now two verses over here, and let us use this verse to demonstrate the overall plan of God. In Philippians chapter 2, verse 6, it says that Jesus is in the form of God. In Ephesians chapter 4, verse 24, it says that we in the new creation are also in the form of God. So what does that mean? God is using we were previously in the form of man, but Jesus, who was in the form of God, came down so that we can be lifted up to be in the form of God. And so, dear brothers, you can remember this is the overall plan. This is the overall plan of God, overall gospel. But Satan has used a misinterpretation of Philippians chapter 2, verse 6, where he made Jesus into an absolute equal with the Heavenly Father. He has used that to overturn this overall plan of the gospel. Remember that in the past, we have allowed Satan to graze around in the church, but we should no longer allow something like that to happen in the church. The church is bought by the blood of our Lord Jesus Christ. We are all bought by the blood of our Lord Jesus Christ, and we should not allow such false teachings in the church, and we should not allow false teachers in the church. I pray that all the bondages of Satan be untied from the church. Hallelujah. Hallelujah. This is not merely a prayer. This is a declaration to demolish all the works of the devil, which is against the truth. Devil, you don't have any right to touch the true church of God. പ്രിയ സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ചിന്തയുണ്ടാകും, അപ്പൊ ഞങ്ങളുടെ പഴയ ആ മനുഷ്യനോ? എഫേസ്യ ലേഖനം 4:24 തൊട്ട് മുകളിലുണ്ട്. അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം അവനോട് പറയാം, അവനെ അങ്ങ് ഉപേക്ഷിച്ചിരുന്നു നീ. അതിന്റെ കാരണം പുതിയ സൃഷ്ടിയിൽ നീ ദൈവാനുരൂപനാണ്. അതുകൊണ്ട് പഴയ സൃഷ്ടിയിലുള്ളവൻ ചതിയനാണ്, അവനെ അങ്ങ് ഉപേക്ഷിച്ചേരെ. അതാണ് എഫേസ്യ ലേഖനം 4:22 പറയുന്നത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഇനി അവനെ വേണ്ട. ഹല്ലേലൂയ. കാരണം ഇന്ന് പുതിയ സൃഷ്ടിയിൽ നീ ദൈവാനുരൂപമാണ്, ദൈവത്തിന്റെ മകനാണ്, ക്രിസ്തുവെ പോലെയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. ക്രിസ്തുവെ പോലെ മാത്രമല്ല, നീ ക്രിസ്തുവിന്റെ സഹോദരനാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്, നീ ദൈവാനുരൂപനാണ്, ക്രിസ്തുവെ പോലെ. മനസ്സിലായോ? നിന്റെ ഇമേജും സാദൃശ്യവും ഒക്കെ ദൈവത്തോട് സമത്വമുള്ളതാണ്. ഹല്ലേലൂയ. Go ahead. Dear brothers, now you may be asking that, okay, we are in the likeness of God in the new creation, but what about the old creation? And you can see that is written in the two verses just above this. That is Ephesians chapter 4, verse 22, where it says that
in reference to your former manner of life, you lay aside the old self, which is being corrupted in accordance with the lusts of deceit. So our Lord Jesus is asking us to lay aside the old self and put on, get rid of the old self and put on the new self. In the new self, remember, we are in the likeness of, we are in the form of God, and in that sense, in that sense, we are also equal with God. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാം. ഇവിടെ നിങ്ങൾ ദൈവത്തോട് തുല്യരെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനോ നിങ്ങളോ യേശുവോ ദൈവ തുല്യം എന്ന് പറയുമ്പോൾ ഇത് പുതിയ സൃഷ്ടിയാണ്. ഇനി മനസ്സിലാക്കുക മറ്റൊരു കാര്യം, ഇവിടെ ദൈവത്തോട് തുല്യൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ വിധത്തിലും അല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവത്തോട് തുല്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവരൂപം കൊണ്ട് യേശു ക്രിസ്തുവും സ്വർഗസ്ഥ പിതാവും തുല്യരാണ്. കാരണം ദൈവത്തിന്റെ മകനാണ് ക്രിസ്തു. പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇതാണ് ഐഡന്റിറ്റി. ഇവന് ചെവി കൊടുക്കുകയും. ഇവൻ ആരാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഇതാണ് ദൂതൻ വന്ന് പറഞ്ഞത്, അവൻ അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ല, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന്. ട്രാൻസ്ലേറ്റ്. Dear brothers, when I say that you and I and Lord Jesus are equal with God the Father, we don't really mean that equal with God the Father in every sense. We don't mean an absolute equality, but equality only in the sense of being in the likeness of God and in the form of God. And that is one thing to remember, that when he says that we are equal with God, what I mean is this is only in the new creation. And equality does not mean absolute equality, but equality we are in the likeness of God and in the form of God. And remember that our Lord Jesus is the he's the only begotten Son of the Almighty God, and therefore he is also in the form of God. And that's why our God himself says that this is my beloved Son, please give heed to him. So, സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് 2 കൊരിന്ത്യർ 4:4 പറയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാം, let the light of the glorious gospel of Christ, who is the image of God. ദൈവപ്രതിമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ ഇമേജ്. ഇതാണ് ക്രിസ്തു. ഏതൊരു മകനും അപ്പന്റെ ഇമേജ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ പ്രവർത്തിച്ചാൽ നല്ലത്. യേശു ക്രിസ്തു പിതാവിനോട് തുല്യനാണ്. കാരണം ആ പിതാവിന്റെ ഇമേജ് ആണ് ക്രിസ്തു. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ തുല്യത കാണാൻ കഴിയുന്നത്. എന്നാൽ ശക്തിയിൽ, സ്ഥാനം കൊണ്ട് തുല്യരല്ല, ശക്തിയിൽ തുല്യരല്ല, സമ്പത്ത് കൊണ്ട് തുല്യരല്ല, ജ്ഞാനം കൊണ്ട് തുല്യരല്ല. സാദൃശ്യം കൊണ്ട് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവും തുല്യരാണ്. നമുക്കത് വചനത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കാം. ഇതേപോലെ നമ്മളും ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ അതേ രൂപത്തിലേക്ക് കടന്നു വരും, പുതിയ സൃഷ്ടിയിൽ. ഇതിൽ ദൈവ സാദൃശ്യത്തിൽ. ഇതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. അപ്പൊ സാദൃശ്യത്തിൽ നമ്മളും ദൈവത്തോട് തുല്യരാണ്. എങ്ങനെ? ക്രിസ്തുവെ പോലെ. ബാക്കി ഒന്നിലും അല്ല, എല്ലാവർക്കും വേരിയേഷൻസ് ഉണ്ട്, പലതിലും. Dear brothers, Jesus, a son is equal to his father in a sense. In the same way, Jesus is also in the sense of form equal to the Father.
Let me read 2 Corinthians chapter 4, verse 4. In whose case the God of this world has blinded the minds of the unbelieving, so that they might not see the light of the gospel of the glory of Christ, who is the image of God. So you can see that Jesus is the image of God. So in that sense, Jesus is equal to the Father. And but that does not mean he is equal to the Father in all respect, or there is absolute equality with the Father. Jesus is equal to the Father in the form, in the image of God, but he is not equal to Father in respect to authority. He is not equal to Father in respect to power, and he is not equal to Father in respect to wealth. He is not equal to Father in respect to knowledge and wisdom. And we will see all of that. But and remember that those of us who are in Christ, we are also in the likeness of the Father in form and image. That's what we just read, that we should put on the new self, which is in the likeness of God. ഇവിടുത്തെ മേജർ വിഷയം എന്ന് പറയുന്നത് ദൈവം എന്ത് ചെയ്യുന്നു എന്ന് അറിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവം എന്താ ചെയ്യുന്നേ? സഹോദരങ്ങളെ, ദൈവം എന്താ ചെയ്യണേ? ഹെബ്രായ ലേഖനം 2:10 സകലത്തിലും ലാക്കവും സകലത്തിലും കാരണഭൂതനുമായ അത്യുന്നതനായ ദൈവം അനേക പുത്രന്മാരെ ഒരുക്കുന്നു. ദൈവം തന്റെ പുത്രന്മാരെ ഒരുക്കുന്നു. ആരിലൂടെ? തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. അങ്ങനെ ദൈവം പുത്രന്മാരെ ജനിപ്പിച്ചാൽ ആ പുത്രന്മാർക്ക് ദൈവത്തിന്റെ സാദൃശ്യം അല്ലാതെ പിന്നെ വേറെ ഏത് സാദൃശ്യം വരാനാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ എല്ലാ പുത്രന്മാർക്കും ദൈവ സാദൃശ്യമുണ്ട്. എല്ലാവർക്കും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തുല്യമല്ല. സമ്പത്ത് തുല്യമല്ല, ശക്തി തുല്യമല്ല, ജ്ഞാനം തുല്യമല്ല. എല്ലാവർക്കും അതതിന്റെ ലെവൽ അനുസരിച്ച് ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാം ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. Dear brothers, the reason for the confusion in many churches is because they don't know the overall plan of God. And we must know the overall plan of God, and only then interpret these things, and we will get the correct picture. So remember, what is God doing? We see in Hebrews chapter 2, verse 10, for it was fitting for him for whom are all things and through whom are all things, in bringing many sons to glory, to perfect the author of their salvation through suffering. So you can see that this Heavenly Father is bringing many sons to glory. So he's making many sons for himself. And when he makes a son, the son will be equal to him in likeness. But we are equal to God only in likeness, but not in anything else, not in authority, not in power, not in wealth, or not in knowledge. Only in likeness will be in the form of God, but for everything else, God will give us according to His will, according to His will, in different levels. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ ഇത് ഒരു കുതിരയെയും അതിന്റെ കുഞ്ഞിനെയും കാണാം. ഹോഴ്സ് ആൻഡ് ബേബി ഹോഴ്സ്. ശ്രദ്ധിക്കുക, ഈ ജീവി, കുതിരയും കുതിരയുടെ കുഞ്ഞും, ഇത് ഇമേജിൽ തുല്യമല്ലേ? ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇതിന്റെ സൈസിൽ തുല്യമാണോ? അല്ല. ഇതിന്റെ ശക്തിയിൽ തുല്യമാണോ? അല്ല. ഇതിന്റെ ജ്ഞാനത്തിൽ തുല്യമാണോ? അല്ല. ബാക്കി ഒന്നിലും തുല്യമല്ല. പക്ഷേ ഇത് ഇമേജിൽ തുല്യമാണ്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. Dear brothers, please see the image that I have shared in the screen. So you can see a horse and its pony, and you can see that they are almost exactly the mirror image of each other. The parent and the child are the mirror image of each other. But if you look closely, you can see they are same in form, they are same in image, but they are not the same in size. They are not the same in strength, wisdom, or in any other sense. They are not the child is not same as the parent. So we should also have this understanding with respect to how we will be similar to our Heavenly Father. We will be similar only in form, but not in the other senses. ഇതാ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഒരു സിംഹവും അതിന്റെ കുട്ടികളും. നോക്കിയേ,
എല്ലാവർക്കും സിംഹം എന്ന അസ്തിത്വത്തിൽ ഇമേജ് ഒന്നല്ലേ? ഇമേജ് ഒന്നല്ലേ? എന്നാൽ ബാക്കി എല്ലാത്തിനും വ്യത്യാസമില്ലേ? ഈ അപ്പന്റെ സൈസ് അല്ല മക്കള്. അപ്പന്റെ ശക്തിയല്ല മക്കൾക്ക്. അപ്പന്റെ ജ്ഞാനമല്ല മക്കൾക്ക്. അപ്പന്റെ തൂക്കമല്ല മക്കൾക്ക്. ബാക്കി എല്ലാത്തിനും വ്യത്യാസമാണ്. പക്ഷേ ഇവ ഇമേജിൽ തുല്യമാണ്. എല്ലാം സിംഹം എന്ന കാറ്റഗറിയിലാണ് എന്ന കാര്യം മറന്നുപോകരുത്. ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവും ദൈവം എന്ന കാറ്റഗറിയിലാണ്. എന്നാൽ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തു തുല്യമാണ് ഇമേജിൽ. ബാക്കിയുള്ളതിലൊന്നും തുല്യമല്ല. ഇതേപോലെ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ച ദൈവപുത്രന്മാരായ നമ്മളും ദൈവവുമായി ഇമേജിൽ തുല്യരാണ്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുക. Dear brothers, let me share another image. You can see a male lion with his cubs. You can see from the image that the cubs are very similar to their father, but only the similarity is only in their form and image. They are not similar in the strength as their father. They are not as strong as their father. They are not heavy as their father. They are not as similar in size, as big as their father, or in any other sense. But still, they are similar in image. So when we say that Jesus is equal to the Father, what we mean is that Jesus is equal to the Father in image, but he is not equal to the Father in his authority, in his power, in his wealth, or in any other in wealth, or in those other senses. He is not equal to the Father. In the same way, those of us who are born in Christ, we would also be equal to the Father in the image, but we won't be equal to the Father in the other senses. And that's why it is a put on the new self who are created in the likeness of the Father, likeness of God. ഇനി ഇത് മനസ്സിലാക്കാൻ ബില്ലി ഗ്രഹാം എന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം പറഞ്ഞ ഒരു സാദൃശ്യം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരു സൃഷ്ടാവാണെന്ന് ചിന്തിക്കുക. നിങ്ങളും നിങ്ങളുടെ മകനും കൂടെ ഒരിക്കലൊരു തീരുമാനമെടുത്തു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനല്ലല്ലോ, അത് ബൈബിളിലാണല്ലോ, ഉറുമ്പിനെ ഉണ്ടാക്കാം. അങ്ങനെ മനുഷ്യനായ നിങ്ങളും നിങ്ങളുടെ മകനും കൂടി തീരുമാനമെടുത്തു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ ഉറുമ്പുകളെ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾ ഉറുമ്പുകളെ ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾ ഉറുമ്പുകളെ ഉണ്ടാക്കിയ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഉറുമ്പുകളെ ഉണ്ടാക്കി. ആ ഉറുമ്പുകൾ ഇതാ ഒരപകടത്തിലേക്ക് പോകുന്നത് ഈ അപ്പൻ കാണുകയാണ്. ആ ഉറുമ്പുകൾ ഇതാ യാത്ര ചെയ്ത് ഇതാ അവ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ ഈ അപ്പന് ഇവയെ രക്ഷിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി. ഇനി ട്രാൻസ്ലേഷന് ശേഷം പറയാം. Dear brothers, in this respect, let me speak about another analogy that the famous evangelist Billy Graham made. So he once said, imagine that you and your human son one day decide that you want to create ants in your image. So there is you and your human son. You are a human and you have a human son, and you are deciding to create ants in your image, and you create these ants, but these ants are walking directly into a fire and walking directly to their doom. And the father has this intense desire to save these ants from walking into their doom. ഈ ഉറുമ്പുകളെ രക്ഷിക്കാനായിട്ട് പിതാവ് ആഗ്രഹിച്ചുകൊണ്ട് ഉറുമ്പുകളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഉറുമ്പുകളെ, നിങ്ങൾ ഇതാ തീയിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് പോകരുതേ എന്ന് പറഞ്ഞപ്പോ ഉറുമ്പുകൾക്ക് അത് മനസ്സിലായില്ല. ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു, ഇടി വെട്ടിയെന്നാണ് തോന്നണേ, ഭയങ്കര ഇടി വെട്ടുന്നുണ്ട്, എന്തോ സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർക്കത് മനസ്സിലായില്ല. അവർ വീണ്ടും നടന്ന് തീയിലേക്ക് പോയി. അപ്പോ
ഈ സ്നേഹനിധിയായ ഈ മനുഷ്യൻ, ഉറുമ്പുകളുടെ സൃഷ്ടാവ്, സങ്കല്പമാണ്. ഇതാ തങ്ങളുടെ കൈ, ഉറുമ്പുകൾ പോകുന്ന പാതയില് തങ്ങളുടെ കൈ ഇങ്ങനെ വട്ടം വെച്ചു ഉറുമ്പുകളെ തടയാൻ വേണ്ടി. അപ്പോ ഉറുമ്പുകൾ ചിന്തിച്ചു, എന്താണ് എരിഹോ മതിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നേ? ആ ഉറുമ്പുകൾ എന്തെന്നറിയാമോ? ഈ എരിഹോ മതിലിനെ ജയിക്കാൻ വേണ്ടി ആ കയ്യിലൂടെ കേറി, നമ്മൾ ഈ ആരാധിച്ച് കയറുന്നത് പോലെ അതുങ്ങൾ ഇങ്ങനെ കയ്യിലൂടെ കേറി 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 അപ്പുറത്തിറങ്ങി വീണ്ടും നടന്ന് തീയിലേക്ക് പോയി ചാടുകയാണ്. അപ്പോ ഈ പിതാവ്, മനുഷ്യനായ നിങ്ങൾ, ഉറുമ്പുകളുടെ സൃഷ്ടാവ്, നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യേ, നീ മനുഷ്യനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നീ വേഷത്തിൽ ഒരു ഉറുമ്പാണ്. എന്നിട്ട് ആ ഉറുമ്പുകളുടെ ഇടയിൽ നീ ചെന്ന് ജനിക്കേ. എന്നിട്ട് എനിക്ക് അവരോടുള്ള സ്നേഹത്തെ കുറിച്ച് നീ അവരോട് പറ. എന്റെ നല്ല വിശേഷം, അവരെ കുറിച്ചുള്ള സുവിശേഷം നീ അവരോട് പറ. എന്നിട്ട് നിന്റെ പ്രവൃത്തിയിലൂടെ അവരെ രക്ഷിച്ചെടുക്ക. എന്നിട്ട് അവരെ ഞാനുമായി ഒന്നാക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മകനെ ഇതാ മനുഷ്യനുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ ഒരു ഉറുമ്പായി ഉറുമ്പുകളുടെ കൂട്ടത്തിൽ അയക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ദൈവ ഹൃദയം തുറന്നു കൊടുത്ത എല്ലാവർക്കും മനസ്സിലായി എന്താണ് ദൈവ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം. ഈ സന്ദേശം ഇതാ കടമെടുത്ത് ഞാൻ നിങ്ങളെയും അറിയിക്കുക. Brothers, so this is an analogy that the famous Billy Graham had made. So you have the father, and you have a human father and his son, and you have created many ants, and these ants are walking directly into the fire, and you want to stop them. So you, being the human father, you speak to the ants and say, hey, don't go that way, there is fire that way, please don't go that way. But what does the ants do? The leader of the ants says, okay, I think there was a thunder, and he does not recognize the voice of the human father, and he continues walking in the direction of the fire. Seeing that you place a hand on the path of the ants, in the hope that the ants would stop over there and don't move forward. But when the ants reach that, they think, okay, this is a wall of Jericho, let us climb over it. They climb over the hand of the human and walk through that and continue to the fire. Seeing this situation, you tell your human son, put away your human body and take on the form, be born as an ant among them, and then speak to them about my love for them, my plans for them, and save them through your works, and so that they will be one with me. So this is a message that the famous Billy Graham had once given, and many people whose hearts were opened understood this message, and I'm also borrowing this message to give you the same understanding. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് കടന്നു വന്ന് ബൈബിൾ വചനത്തിലൂടെ പ്രൂവ് ചെയ്യാം. സഹോദരി വചനം വായിക്കാൻ തയ്യാറായിരിക്കുക. പല വചനങ്ങളും വായിക്കണം. അതായത് സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നമ്മളും ഇമേജ് കൊണ്ട് തുല്യരാണ്. നമ്മൾ ഒരേ ക്ലാസ് ആണ്. നമ്മൾ ഗോഡ് ക്ലാസ് ആണ് പുതിയ സൃഷ്ടിയിൽ. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും ശക്തിയും സ്ഥാനവും ജ്ഞാനവും ഒക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവ സാദൃശ്യത്തിൽ നമ്മളെല്ലാം തുല്യരാണ് എന്ന ബൈബിൾ സത്യം തിരിച്ചറിയുന്ന വാക്യങ്ങളാണ് നാം ഇനി വായിക്കാൻ പോകുന്നത്. Dear brothers, let me explain to you the verses that teach you about this truth from the Bible, that all of us in the new creation is equal to God in image, but in terms of authority, position, power, wisdom, etc., we are all different. And I will read you the verses that shows that this is the truth, that we are equal to God only in image, but each of us are different. As God has given us differently, each of us are different in authority, power, wisdom, etc.
ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിനാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥ പിതാവിനെ അത്യുന്നതനായ ദൈവം എന്ന് ബൈബിൾ വിളിക്കുന്നത്. ആ സ്ഥാനം ബൈബിൾ മറ്റൊരു വ്യക്തിക്കും കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ഇത് ക്രിസ്തുവിൽ നിന്ന് വരുന്നില്ല, നമ്മളിൽ നിന്നും വരുന്നില്ല. എന്നാൽ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ നമ്മളിലൂടെ ഭൂമിയിൽ ഇറങ്ങും. Dear brothers, the highest position belongs to our Heavenly Father. That's why he is called as the Most High God. He is called as the Almighty God. These titles are not given to anyone else but him. And that's why the Bible says that all good blessings comes from the Heavenly Father through our Lord Jesus Christ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മളുടെ തല ക്രിസ്തു. അതിന്റെ അർത്ഥം നമ്മളുടെ സ്ഥാനമല്ല ക്രിസ്തുവിന്റെ സ്ഥാനം, ക്രിസ്തുവിന് ഉയർന്ന സ്ഥാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ക്രിസ്തുവിന്റെ തല ദൈവം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിന്റെ സ്ഥാനമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. എന്നാൽ നമ്മളും ക്രിസ്തുവും ക്രിസ്തുവിന്റെ തലയായ സ്വർഗസ്ഥ പിതാവും എല്ലാം തുല്യരാണ്. ഇമേജ് കൊണ്ട്, സ്ഥാനം കൊണ്ട് തുല്യരല്ല. Dear brothers, this is why the Bible says that Christ is the head of us. Christ is the head of the man. What does that mean, that Christ is our head? That means that we and Jesus are not equal. Christ is above us. Christ is the head of us, the leader of us. Christ is head of us, greater than us. And in the same way, the Bible says that the Father is the head of the Christ. That means that Christ, in terms of authority, power, etc., Father and Jesus are not the same, but Father is the Most High God. But in terms of image, the Father, Jesus, and us, all of us are equal in image. ഇതാണ് ഫസ്റ്റ് കൊരിന്ത്യർ 11:3 പറയുന്നത്. വായിച്ചാട്ടെ. ഫസ്റ്റ് കൊരിന്ത്യർ 11:3. വചനം കൂടാതെ ഒന്നും വിശ്വസിക്കുന്നത് സഭകളിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വചനമാണ്. നിങ്ങൾ കയ്യിൽ എടുത്തു വായിച്ചു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതാ വചനം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാ നമ്മളുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് സഭ നിങ്ങൾ അറിയണം. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാൻ 14:28 ഇങ്ങനെ പറയുന്നത്, പിതാവ് എന്നേക്കാൾ വലിയവൻ. എന്നാൽ ഇന്ന് സഭകൾ അത് സമ്മതിക്കത്തില്ല. സഭകൾ ഫിലിപ്പിയർ 2:6 എന്ന ആ കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തുല്യത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറ്റായി പഠിച്ചാൽ റിസൾട്ട് വരില്ല. മനസ്സിലാക്കുക. റിസൾട്ട് വേണോ? തെറ്റ് മനസ്സിലായ ഒരു വഴി നിങ്ങൾ പോവുകയാ. സഹോദരൻ, ഒരു വഴി നിങ്ങൾ പോവുക. നിങ്ങളുടെ വണ്ടി ഒരു റൗണ്ട് ഔട്ട് എടുത്തപ്പോ ഇടത്തേക്ക് പോണതിന് പകരം വലത്തോട്ട് പോയി. നിങ്ങൾ വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തൂല. നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്ന് ഇവിടെ വന്ന് ആ റൗണ്ട് അബൌട്ടിന്ന് ഇടത്തേക്ക് പോയാലേ ലക്ഷ്യത്തിലെത്തുള്ളൂ. അതിന് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നിങ്ങൾ വാശി പിടിച്ച് നരകത്തിൽ പോകരുത്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെയും രോഗികളെ സൗഖ്യമാക്കിയവരെയും ഭൂതങ്ങളെ പുറത്താക്കിയവരെയും സുവിശേഷം അറിയിച്ചവരോടും കർത്താവ് പറയുന്നത്, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ എന്നോട് തർക്കിക്കുമ്പോൾ എനിക്ക് ദേഷ്യമല്ല വരുന്നത്, സങ്കടമാ വരുന്നത്. നിങ്ങൾ നരകത്തിലേക്ക് യാത്രയാകുമല്ലോ. വഴി തെറ്റിപ്പോയാൽ, വഴി തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ ബുദ്ധിയുള്ളവൻ വഴി ഊട്ടൻ എടുത്ത് തിരിച്ചു ലക്ഷ്യത്തിലേക്ക് യാത്രയാവൂലേ? നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകണ്ടേ? Dear brothers, let me give the scriptural support for this. This is 1 Corinthians chapter 11 verse 3. But I want you to understand that Christ is the head of every man, and the man is the head of a woman, and God is the head of Christ. So here it says clearly that God is the head of Christ. Again in John chapter 14 verse 28, Jesus again says that for the Father is greater than I. So remember brothers,
you should interpret the other verse, that is Philippians chapter 2 verse 6, in the context of all these verses. Instead, you should not adamantly take these words and interpret this verse to mean that Jesus is absolutely equal to the Father in power, authority, etc. That is not true. So remember, this is doing so is like you are going in a journey and there was a circle and you took a circle. Unfortunately, you went ahead and eventually you ended up taking right instead of taking left. So dear brothers, from then on, how much ever adamant you are, how much ever strong you are, how much ever determination you show, you are not going to reach the destination, because you have to take the U-turn and come back into the right path. Just by being headstrong and adamant, you won't be able to reach the destination. When people argue with me, I don't feel angry. Instead, I feel sad. I pray for you, dear brothers, that come back so that you would all be saved. ഇതാ യോഹന്നാൻ സുവിശേഷം 14:28 നമുക്ക് വായിക്കാം. അവിടെ ക്രിസ്തു പറയുന്നത് ഇത് എന്താ പറയുന്നത്? സ്ഥാനം കൊണ്ട് തുല്യമല്ല എന്നായി പറയണേ. ക്രിസ്തു നേരിട്ട് പറയാണ്, പിതാവ് എന്നേക്കാൾ വലിയവൻ. ക്രിസ്തു നേരിട്ട് പറയുന്ന രംഗമാണ്. ഒന്ന് വായിച്ചാട്ടെ 14:28 അവസാനം ഭാഗം. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അപ്പോ ക്രിസ്തു നേരിട്ട് പറയാ, പിതാവ് എന്നേക്കാൾ വലിയവൻ. അപ്പോ സ്ഥാനം കൊണ്ട് പിതാവ് ക്രിസ്തുവിനേക്കാൾ വലിയവനാണ്. ഇനി ഇതാ അതോറിറ്റി, ഈ സ്ഥാനം എന്ന് പറയുമ്പോൾ അതോറിറ്റിയാണ്. ഇതാ അവിടെ മത്തായി 20:20 മുതൽ നമ്മൾ വായിക്കുമ്പോ സെബദീ പുത്രന്മാർ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. അവര് പറഞ്ഞു, നിന്റെ കിങ്ഡത്തിൽ ഞങ്ങൾക്ക് ഇടത്തും വലത്തും ഇരിക്കാൻ വരം നൽകണം. അമ്മയുടെ സഹായത്തോടെയാ വന്നേ. യേശു ക്രിസ്തു അവരോട് പറഞ്ഞതിന്റെ മൊത്ത രൂപം ഇതാണ്. അത് എങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യേശു പറഞ്ഞു, ഇതൊന്നും തരാനുള്ള അധികാരം എന്റേതല്ല. എന്നെ അയച്ച പിതാവ് ആർക്കാണോ ഒരുക്കുന്നത് അവർക്ക് കിട്ടും. എന്താണ് മക്കളെ, നിങ്ങൾക്കിത് കേട്ടാ മനസ്സിലാവൂലേ? യേശു ക്രിസ്തുവും പിതാവും അധികാരം കൊണ്ട് തുല്യരല്ല എന്ന്. ഒരു കൊച്ചു കുഞ്ഞിനോട് വായിച്ച് കേൾപ്പിച്ച അവർക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നിങ്ങൾ ഈക്വൽ 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 എന്ന് എന്തുകൊണ്ട് പറഞ്ഞു നടന്ന് ഈ ജനത്തെയും നിങ്ങളെയും ചതിക്കുന്നു? കളകൾ അവരുടെ പണി ചെയ്യട്ടെ. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ അവരൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക. ഹല്ലേലൂയ. Go ahead. Dear brothers, let me read that verse, John chapter 14, verse 28. The last part of it here, is Jesus himself saying, that is the words of Jesus, our Lord Jesus himself. And he says that, for the Father is greater than I. So what does that mean? Jesus is saying that Father is above me in authority. Again, if you look at Matthew chapter 20, verse 20 to 23 onwards, the summary is that the John and James, the sons of Zebedee, are requesting Jesus for a position to be able to sit on Jesus' right and left. And what does Jesus say? Jesus says, the summary of it is, Jesus says is that Jesus tells them how to reach that position, but Jesus says that I don't have the authority to give you this position. That authority belongs to my heavenly Father himself. So what does that mean? Jesus is saying that I don't have that authority, because that authority is my heavenly Father's. So even a little child who reads this will know that the heavenly Father has greater authority than our Lord Jesus. That heavenly Father is greater in authority than our Lord Jesus. So dear brothers, don't be deceived by the false teachers who grab on to that verse in Philippians chapter 2 verse 6 and to make it into an equality that is not actually meant in that verse, and lead you down a wrong path. Yes, please run away and escape from them. വീണ്ടും നമുക്ക് തെളിയിക്കാം. മാത്യു നമ്മൾ പറഞ്ഞ വിഷയം മത്തായി 20:23 മാത്രം ഒന്ന് വായിക്കാം. അവിടെ യേശു ക്രിസ്തു ഇതാ സെബദീ പുത്രന്മാരോടും അമ്മയോടും പറയുന്ന രംഗമാണ് നമുക്കിവിടെ കാണുന്നത്. മത്തായി 20:23 മാത്രം വായിച്ചാട്ടെ. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോ ഇത് ക്ലിയർ ആയി. ഇനിയും നമുക്ക് കാണാൻ കഴിയും എല്ലാ പദ്ധതിയും പൂർത്തീകരിക്കപ്പെട്ടിട്ട് 1 കൊരിന്ത്യർ 15:24 മുതൽ 28 വരെ വായിച്ച് നമ്മൾ സമയം കളയുന്നില്ല. അതിന്റെ അവസാന ഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. അവിടെ വളരെ വ്യക്തതയോടെ പറയുന്ന രംഗമുണ്ട്.
സകല ശത്രുക്കളെയും യേശുക്രിസ്തു കീഴിലാക്കിയിട്ട് നമ്മളെ, അതാണ് കിങ്ഡം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എന്നിട്ട് പറയാണ്, ദൈവം സകലത്തില് സകലതുമാകേണ്ടതിന് പുത്രൻ താനും ആ അപ്പന് കീഴടങ്ങി ഇരിക്കും. മനസ്സിലായില്ലേ? സ്ഥാനം കൊണ്ട് ഇവർ തുല്യരല്ല. പുത്രന്റെ മുകളിൽ, പുത്രന്റെ തലയായി, അധികാരിയായി ഒരു പിതാവുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? മനസ്സിലാക്കുക. അതിന്റെ 27ഉം 28ഉം മാത്രം ഒന്ന് വായിച്ചാൽ. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. Hallelujah. Go ahead. കാര്യം ക്ലിയർ ആയെന്ന് Dear, ചിന്തിക്കുന്നു. dear brothers, let me read the verse that we just discussed. That is Matthew chapter 20, verse 23. He said to them, "My cup you shall drink, but to sit on my right and on my left, this is not mine to give, but it is for those for whom it has been prepared by my Father." So here Jesus himself is saying that I don't have the authority to decide who sits on my right and my left, because that the authority for that belongs to my Father. So here you can see that Jesus is saying that my Father is higher than me. He's higher than me in authority. Again, we see this in 1 Corinthians chapter 15, verse 27. So this verse deals with what happens at the very end of times, when the kingdom and when everything has been subjected to Jesus. Even at that point of time, Jesus will be lower in authority than the Father. Jesus will be subjected to the Father. So let me read 1 Corinthians chapter 15, verse 27 to 28. For he has put all things in subjection under his feet. But when he says all things are put in subjection, it is evident that he is accepted who put all things in subjection to him. And when all things are subjected to him, then the Son himself will be subjected to the one who subjected all things to him, so that God may be all in all. So here you can see that when all things are subject to Jesus except the Father, and Jesus himself is subject to the Father. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ മനസ്സിലായി, ദൈവരൂപത്തിൽ യേശുക്രിസ്തുവും പിതാവും നമ്മളും തുല്യരാണ്. എന്നാൽ സ്ഥാനം കൊണ്ട് തുല്യരല്ല എന്ന് മനസ്സിലായി. ഇനി ശക്തി കൊണ്ട് യേശുക്രിസ്തുവും പിതാവും തുല്യരല്ല എന്ന് കാണിക്കുന്ന മറ്റൊരു വേട് നമുക്ക് കാണാം. ശക്തി കൊണ്ട്. ഇതാ 110 സങ്കീർത്തനം 1-ാം വാക്യം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് യഹോവയാം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ഈ ഒരു വേടിൽ തന്നെ അറിഞ്ഞുകൂടെ, ശക്തി കൊണ്ട് ഇവർ തുല്യരല്ല. ഹല്ലേലൂയ. ഒന്ന്, പിതാവ് പുത്രനോട് കൽപ്പിക്കുന്നു. ശത്രുവിനെ പാദപീഠമാക്കുവാൻ ക്രിസ്തുവിന് ആരുടെ സഹായം വേണം? പിതാവിന്റെ സഹായം വേണം. പിതാവ് കൽപ്പിക്കുന്നു, എന്റെ വലതുഭാഗത്തിരിക്കെ, ശത്രുവിനെ ഞാൻ കീഴാക്കി തരാം. ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ. ഉക്രൈൻ US റഷ്യയുമായിട്ട് അടിയാണ്. എന്നാൽ ഉക്രൈൻ ആരുടെ സഹായം വേണം റഷ്യയെ അടിക്കാൻ? അമേരിക്കയുടെ സഹായം വേണം, ഇല്ലേ? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ക്രിസ്തുവിന് ശത്രുവിനെ തോൽപ്പിക്കാൻ ആരുടെ സഹായം വേണം? പിതാവിന്റെ സഹായം വേണം. മനസ്സിലാക്കുക. പിതാവ് പുത്രനോട് പറയാണ്, ഞാൻ നിന്റെ ശത്രുവിനെ കീഴാക്കി തരാം, അതുവരെ നീ എന്റെ വലതു ഭാഗത്ത് ഇരിക്കുക. കാൽവരി ക്രൂസിലെ യാഗം കഴിഞ്ഞിട്ടും ഹെബ്രായ ലേഖനം 10:12-13 പറയാണ്, കാൽവരി ക്രൂസിലെ യാഗം കഴിഞ്ഞിട്ടും ശത്രുക്കൾ തന്റെ പാദപീഠമാകുവാൻ ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് പറയുമ്പോ, ഇതാ ഫിലിപ്പിയർ ലേഖനം 2:6 വെച്ചിട്ട് യേശു ക്രിസ്തുവും പിതാവും ശക്തിയിൽ തുല്യരാണ്, സമ്പത്തിൽ തുല്യരാണ്,
അതോറിറ്റിയിൽ തുല്യരാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇനിയും ആ നുണയൊക്കെ വിട്ടിട്ട് സത്യത്തിലേക്ക്, വിശുദ്ധ ബൈബിളിലെ സത്യത്തിലേക്ക് കടന്നു പോവാം. യേശു ക്രിസ്തുവും പിതാവും നമ്മളും ഈ ഇമേജിൽ, പുതിയ സൃഷ്ടിയിൽ, നമ്മൾ പഴയ സൃഷ്ടിയിലല്ല, പുതിയ സൃഷ്ടിയിൽ നമ്മൾ തുല്യരാണ്. നമ്മളെ ദൈവത്തിന്റെ മക്കളായി വിളിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കുക. ചേർന്ന് നമുക്ക് വായിക്കാം. 110 സങ്കീർത്തനം 1-ാം വാക്യം വായിച്ച്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കാം. ഹല്ലേലൂയ. ഇതാ ഹെബ്രായ ലേഖനം 10:12. ഇത് പഴയ ഉടമ്പടിയിലാണ് വായിച്ചെങ്കിൽ 10:12. യേശു കാൽവരി കുരിശിൽ മരിച്ച ശേഷം യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ സ്ഥാനത്തിൽ മാത്രമല്ല, ശക്തിയിലും ഇവർ തുല്യരല്ല. Dear brothers, we have seen from the verses before that in authority the Father is greater than the Son. The Father and Son are not equal, but in authority Father is greater than the Son. Now let us look at verses which show that not only in authority but also in power the Father is greater than the Son. They are not equal. This is Psalms 110 verse 1. As we know, this is the verse that the Father said to our Lord Jesus. Here the Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. So here you can see that the Father is commanding the Son, and he's also telling that I will make your enemies a footstool for your feet. He's telling Jesus. Why does he say that? Because Jesus needs the help of the Father in order to make the enemies a footstool for himself, in order to subjugate the enemies. If you don't understand that, just consider the situation between Ukraine and Russia. Ukraine and Russia are at war right now, but Ukraine does not have the power to subjugate Russia or defeat Russia. Ukraine needs help, and whom does it need help from? It needs help from the United States. So in the same way, the Jesus is taking help from the Heavenly Father to subjugate the enemies under his feet. And this is again, while we read this as a prophecy in Psalms 121, we see that this is happening in the new covenant in Hebrews 10 verse 12. But he, having offered one sacrifice for sins for all time, sat down at the right hand of God, and waiting for that time onward until his enemies be made a footstool for his feet. So Jesus, after his crucifixion, after his victory at the cross, Jesus is sitting down at the right hand of the Father, waiting for his enemies to be made a footstool for his feet. So you can see that not only in authority, in power as well, Jesus is not equal to the Father. And dear brothers, you must understand, you must interpret Philippians chapter 2 verse 6 or in the context of all of these things. Don't just grab on to that word equality in Philippians chapter 2 verse 6 and misinterpret, ignoring all these verses. And Jesus is equal to the Father only in image, but not in authority, and not in power, not in wealth. And you have all these verses to prove that. ഇനിയും ധാരാളം വാക്യങ്ങളുണ്ട്. എങ്കിലും ഇത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. മരിച്ച് ചെന്നതിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്നാൽ യേശു ഭൂമിയിൽ വന്നപ്പോ ഇത് തന്നെയായിരുന്നു സംഭവം. അവിടെ അപ്പോസ്തലപ്രവൃത്തി 10:38 പറയുന്നു, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. ആരഭിഷേകം ചെയ്തു? ദൈവം അഭിഷേകം ചെയ്തു. അതുകൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് മാത്രമല്ല, തുടർന്ന് യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് നിലവിളിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തി. എബ്രായ ലേഖനം 2:9 പറയുന്നു, ദൈവകൃപയാൽ മരണം ആസ്വദിപ്പാൻ തക്കവണ്ണം. അപ്പൊ കൃപ എന്ന് പറയുന്നത് എന്തോ? ദൈവം കൊടുക്കുന്ന ശക്തിയാ. ദൈവകൃപയാൽ മരണം ആസ്വദിപ്പാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ. ഇതാ മരിച്ചത്
ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റത് ദൈവം മരണഭാഷകളെ അഴിച്ച് തന്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചു. എന്റെ പ്രിയ മോനെ ആ പിതാവ് കൊടുത്ത ശക്തിയാ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ മുഴുവൻ. ഇനി പിശാച് പൂർണ്ണമായി പരാജയപ്പെടുവാൻ ആ പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുക. അനുസരണയുള്ള മകനായി യേശുക്രിസ്തു വലതുഭാഗത്ത് കാത്തിരിക്കുക. അപ്പൻ ഇത്രയും എനിക്ക് ചെയ്തതെന്ന് അപ്പൻ ശത്രുക്കളെയും പാദപീഠമാക്കി തരും. മനസ്സിലാകുക, ഇവർ ശക്തി കൊണ്ടും തുല്യരല്ല. സർവശക്തനായ ദൈവം ഇതാ നമുക്കും ഇതേ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. സാത്താനെ അതിവേഗം നമ്മളുടെ കാൽ കീഴിലാക്കി. യേശുവിനെ എങ്ങനെ പിശാചിനെ കാൽ കീഴിലാക്കി കൊടുത്തു? യേശുക്രിസ്തുവിന്റെ ബോഡിയായ നമ്മളുടെ കാൽ കീഴിലും പിശാചിനെ ആക്കിത്തരും. ഇതുകൊണ്ടാണ് റോമ 16:20 പറയുന്നത്, സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയോ. Glory to God. Go ahead, brother. Dear brothers, we read the verses about how Jesus is not equal to Father in power in the Old Testament, that is before Jesus' ministry, and we read the verse in about how after his ministry has been completed, Jesus is still not equal to the Father. Now let us look at what during his ministry how Jesus did things. And here we see Acts chapter 10 verse 39. You know Jesus of Nazareth, how God anointed him with the Holy Spirit and with power, and how he went about doing good and healing all who were oppressed by the devil, for God was with him. So here we can see that Jesus was anointed with the Holy Spirit and with power. God anointed Jesus, and God was with him, and it was because of this, and that Jesus was able to go about. Jesus relied on this to do his ministry. And again in the Garden of Gethsemane, we see that Jesus is crying out to God, "Dear Father, if possible, remove this from me, yet not my will." What does the Father do? Father sends an angel to strengthen Jesus. And again in Hebrews chapter 2 verse 9, he says, "By the grace of God he might taste death for everyone." So it is by the grace of God that Jesus endured the cross for everyone. And after that, God himself broke the cords of death and raised Jesus from the dead. So you can see that Jesus' ministry, his suffering, his death, and his resurrection all was done relying on the power of the Heavenly Father. And now he's waiting obediently for the Father to subjugate all things under his feet. So, dear brothers, we can see that from this that Jesus is not equal to the Father, not only in authority but also in power. He is not equal to the Father. മറ്റൊരു കാര്യം, സമ്പത്തിൽ ഇവർ ഈക്വൽ അല്ല. സമ്പത്തിൽ ഈക്വൽ അല്ല. നിങ്ങൾക്കറിയാമോ, സമ്പത്തിൽ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇതാ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണ്. ഏകദേശം 430 ബില്യൺ $US അദ്ദേഹത്തിന്റെ വെൽത്ത് ആയിട്ട് കണക്ക് കൂട്ടുന്നു. എന്നാൽ ഇന്ത്യയിലെ സമ്പന്നന്മാരിൽ പ്രധാനി ഒന്ന് അംബാനിയാണ്. പക്ഷേ വെറും 95 ബില്യൺ $US അദ്ദേഹത്തിന്റെ പേര് കണക്ക് കൂട്ടുന്നത്. ഇവർ രണ്ടുപേരും തുല്യരല്ല. ഹല്ലേലൂയ. ഒരാൾക്ക് 450, ഒരാൾക്ക് 95. ഇനി ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ പിതാവിനെ നോക്കുമ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, സർവത്തിന്റെ ഉടയവൻ സ്വർഗസ്ഥ പിതാവ, യേശു ക്രിസ്തു അല്ല. യേശു ക്രിസ്തു അവകാശി മാത്രമാണ്. എങ്ങനെ ഉടമസ്ഥനും അവകാശിയും തുല്യ സമ്പത്തുള്ളവരാണ്? ഹല്ലേലൂയ. വ്യക്തതയോടെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ വചനം ഹെബ്രായ ലേഖനം 1:1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം പണ്ട് ഭാഗമായിട്ട് ഇതാ പല മുഖാന്തരമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചെങ്കിൽ ഇതാ തുടർന്ന് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനിലൂടെ സംസാരിക്കുകയും പുത്രനിലൂടെ സർവപ്രപഞ്ചത്തെയും ഉണ്ടാക്കുകയും അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഉടമസ്ഥനല്ല, അവകാശിയാക്കി വെച്ചു. ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്, സർവത്തിന്റെയും ഉടമസ്ഥൻ യേശു ക്രിസ്തു സകലത്തിന് അവകാശിയാണ്. ഇനി മറക്കണ്ട, ആ യേശു ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശിയാകാൻ എന്നെയും നിങ്ങളെയും കൂടെ ആ സ്വർഗ കുടുംബത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്ന സന്ദേശം മറക്കരുത്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, സമ്പത്തിലും ഇവർ തുല്യരല്ല. സർവത്തിന്റെ ഉടമസ്ഥൻ സ്വർഗസ്ഥ പിതാവാണ്. യേശു ക്രിസ്തു സകലത്തിന്റെ അവകാശിയാണ്. നമ്മൾ യേശുവിനോട് കൂട്ടവകാശികളാണ്.
ഹെബ്രായർ 1:1-2 നമുക്ക് വായിച്ച് നമുക്ക് അത് അവസാനിപ്പിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഓണറല്ല, അവകാശി. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. Go ahead. Dear brothers, we discussed that Jesus is not equal to the Father in authority and power, and we will also see that Jesus is not equal to the Father in wealth as well. Where does we see that? We see that in Hebrews 1 chapter verse 2 and 3. Here it says that Heavenly Father has appointed Jesus the heir of all things. So Jesus is not the owner of all things. Heavenly Father is the owner of all things, and Jesus is the heir of all things. And dear brothers, so we too are through Jesus co-heirs of Jesus, co-heirs to the Father. So remember that, dear brothers, just like the Heavenly Father is the owner and Jesus is the heir, they are not equal in wealth, because Heavenly Father is the owner and Jesus is the heir to all things. And let me read this verse. God, after he spoke long ago to the fathers and the prophets in many portions and in many ways, in these last days has spoken to us in his Son, whom he appointed heir of all things. He does not appoint Jesus as the owner of all things, but he says whom he appointed heir of all things, through whom also he made the world. So you can see that not only in authority and power, but also in wealth, Jesus and the Father are not equal. അവസാനത്തെ പോയിന്റ്, ഇനിയും പല പോയിന്റും ഉണ്ട്, എന്നാൽ അവസാനത്തെ പോയിന്റ്, ജ്ഞാനം കൊണ്ട് ഇവർ തുല്യരല്ല പറയാൻ പോവാണ്. ശ്രദ്ധിക്കുക, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ ഇതാ ശിഷ്യന്മാർ ചോദിച്ചു, നീ യെരുസലേമിന് ഇപ്പോഴാണോ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നത്? ഉടനെ യേശുക്രിസ്തു തിരിച്ചു പറഞ്ഞു, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്കുള്ളത് അല്ല. മാത്രമല്ല യേശുക്രിസ്തു പറഞ്ഞു, പല കാര്യങ്ങളും തനിക്കും അറിഞ്ഞുകൂടാ. യേശുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ഇനിയുള്ള മടങ്ങി വരവ് യേശുക്രിസ്തു ആരും ചോദിക്കാതെ തന്നെ പറഞ്ഞു, ഈ മനുഷ്യപുത്രനെ എപ്പോ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ പുത്രനായി എനിക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ഇവർ ജ്ഞാനം കൊണ്ട് തുല്യരല്ല എന്ന്. ജ്ഞാനം കൊണ്ട് നിന്നെ നമ്മൾ പിടിവാശി പിടിച്ച് ഇതൊക്കെ ആക്കിയെടുക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഫിലിപ്പിയർ 2:6 പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയോ അതോ പിശാചിന് വേണ്ടിയോ? കള്ളസാക്ഷ്യം പറയുന്നേ ആർക്കു വേണ്ടിയാണ്? യേശു പറയുന്നു, എനിക്ക് അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ല, എന്റെ അപ്പന് മാത്രമേ അറിയുള്ളൂ ഇതല്ല. ഈ അപ്പനല്ലേ സർവജ്ഞാനി, ഈ അപ്പനല്ലേ സർവജ്ഞാനി. ആ അപ്പൻ എന്ത് പറയുന്നുവോ അത് ഞാൻ ചെയ്യുന്നു, അപ്പൻ എന്ത് കാണിക്കുന്നുവോ അത് ഞാൻ കാണിക്കുന്നു. അപ്പൻ എല്ലാം അറിയാം, അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇതിലും വലിയതൊക്കെ എനിക്ക് കാണിച്ചു തരും എന്നല്ലേ യേശു പറയണേ. അല്ലാതെ എല്ലാം എനിക്ക് അപ്പനെ പോലെ അറിയാന്നാണോ നമ്മൾ വാശി പിടിച്ച് പറയുന്ന പോലെ, കള്ളസത്യം ചെയ്യുന്നത് പോലെ പറയുന്നേ? അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ബൈബിൾ അനുസരിച്ച് സംസാരിക്കാം. ബൈബിൾ ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്, നേരെയെങ്കിൽ നേരെ. ബൈബിളിൽ നിന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു യേശുവിലൂടെ വളർന്ന് ആ സ്വർഗസ്ഥ പിതാവിങ്കൽ നാം എത്തുവാൻ ഇടയാകണം. Dear brothers, we saw that Jesus is not equal to the Father in authority, power, and wealth. Now we can see that he is not equal to the Father in knowledge as well. Let us read Acts chapter 1 verse 6. Here it is not for you to know times or epochs which the Father has fixed by his own authority. So Jesus is telling to the disciples when they ask when he returned, he says that it is in the Father's authority and you are not supposed to know. Again in another verse Jesus himself says that about the time of his return, that neither he nor the angels know about this. Only the heavenly Father knows when he is going to return. So you can see that in knowledge also Jesus is not the same as the Father. So why are we giving, for whose sake are we giving this false testimony and by forcefully making Jesus equal to the Father, forcefully misinterpreting
Philippians chapter 2, verse 6, to make Jesus equal to the Father. On whose behalf are we giving the false testimony? On behalf of God or on behalf of Satan is that false testimony being given? For whose benefit is that false testimony being given? Jesus himself says that I can do nothing on my own. Instead, I do everything that my Father shows me. And my Father knows all things, and he will show me greater things than this. So Jesus himself says that let us follow the testimony of our Lord Jesus, and let us follow what is given in the Bible and not make false testimonies. That won't help anyone. നമ്മൾ അവസാനിപ്പിക്കുന്നു. ആ റെഫറൻസ് പറയാത്തതുകൊണ്ട് റെഫറൻസ് പറയുന്നു മത്തായി 24:36 യേശുക്രിസ്തു പറയുന്നു, ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഇത് എന്റെ വേടല്ല, യേശുവിന്റെ വേട. പിന്നെ എല്ലാ ഫിലിപ്പിയർ 2:6 മുറുകെ പിടിച്ചുകൊണ്ട് ഈ വചനങ്ങളെല്ലാം കമത്തി താഴെ ഇടുന്നതിന്റെ ഉദ്ദേശം, പിശാചിന്റെ ലക്ഷ്യമാണ് യേശുവിനെ കൊണ്ട് പിതാവിനെ അങ്ങ് ഒഴിവാക്കണം. അങ്ങനെ ഈ മക്കളെ എല്ലാം പിതാവിലെത്തിക്കാതെ നരകക്കുഴിയിൽ തള്ളിയിടണം. 7:21, 22, 23 യേശു ക്രിസ്തു പറയുന്നത്, Get out! ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളോട് പറയണം. അതുവരെയും നിങ്ങളെ നരകക്കുഴിയിൽ തള്ളിയിടുവാൻ ദൈവത്തിന്റെ വചനം നമ്മൾ വ്യക്തതയോടെ പറഞ്ഞു. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകത്ത് ഇന്ന് തോറ്റു കിടക്കുകയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അവന്റെ തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഏക മാർഗത്തിലൂടെ യേശുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിലൂടെ അകത്ത് കയറാം, സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Dear brothers, let me conclude by giving the reference to that verse that I just spoke. This is Matthew chapter 24, verse 36. But of the day and hour no one knows, not even the angels of heaven, not the Son, but the Father alone. So here Jesus is saying about the day and hour of his return that no one knows, the angels does not know, and the Son, that is Jesus himself, does not know, but the Father alone knows. So here you can say in knowledge also Jesus is not the same as the Father. So dear brothers, if you are using Philippians chapter 2, verse 6 to overturn all these verses, remember you are misinterpreting things. For whose benefit are you doing that? That's not for the good. Remember, the plan of our Heavenly Father is so that through Jesus we will be able to reach the Heavenly Father. Let us follow the plan of our Heavenly Father and not be deceived by false interpretations. Let us pray. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യുഗങ്ങൾക്ക് മറഞ്ഞു കിടന്ന ദൈവിക മർമ്മം അങ്ങ് വെളിപ്പെടുത്തി പിശാചിനെയും അവന്റെ ആളുകളെയും അങ്ങ് കാലുകൊണ്ട് ചവിട്ടി മെതിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ കീഴിൽ അമർന്നുപോയ അവരെ സത്യം കൊണ്ട് അങ്ങ് സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം. ഈ മക്കളെ ഏവരെയും പിശാചിന്റെ പ്രവൃത്തികൾ അഴിച്ച് അങ്ങയുടെ മാറോട് ക്രിസ്തയേശുവിലൂടെ അണയ്ക്കുന്നതിനായി നന്ദി. സകലത്തിനെല്ലാവർക്കും കാരണഭൂതനുമായ അങ്ങ് അനേക പുത്രന്മാരെ ക്രിസ്തയേശുവിലൂടെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, ഞങ്ങളെ അങ്ങയുടെ കുടുംബമാക്കി മാറ്റുമ്പോൾ, ഞങ്ങളെ അങ്ങയുടെ സാദൃശ്യമാക്കി മാറ്റുമ്പോൾ, അപ്പാ ഈ മഹാസ്നേഹത്തിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും? എന്റെ അപ്പ, അങ്ങ് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾക്കായി നന്ദി. ഇത് അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദുഷ്ടന്റെ കെട്ടുകളെ അജ്ഞതയുടെ ഇരുട്ടിനെ അഴിച്ച് പ്രകാശം കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. അത്ഭുത കരങ്ങളിലെ വെച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഫിലിപ്പിയർ ലേഖനം 2:6 ഉപയോഗിച്ച് പിശാച് ദൈവജനത്തെ കുരുടാക്കുന്നതിനെ തടഞ്ഞതിനായി നന്ദിയോടെ സ്തോത്രം. സാത്താൻ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ഓർക്കുന്നു. വചനം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, 91 സങ്കീർത്തനത്തിലെ വചനം കൊണ്ട് വന്നിട്ട് പറയാണ്, നീ ചാടിക്കോളൂ, നിന്നെ താങ്ങുവാൻ ദൂതന്മാർ ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതേപോലെ ഫിലിപ്പിയർ 2:6 കൊണ്ട് വന്ന് ഈ നാളുകളൊക്കെ സഭയെ ചലിച്ച പിശാച് അവന്റെ പ്രവർത്തികൾ തകർന്നു പോകട്ടെ. ദൈവത്തിന്റെ സത്യം വെളിപ്പെടട്ടെ. ദൈവജനം ക്രിസ്താവാകുന്ന തലയോളം വളർന്ന്
സ്വർഗീയ പിതാവെങ്കിൽ എത്തിച്ചേരുന്നതിയാകട്ടെ. ഇപ്പോഴും ഇത് തുടർന്ന് കേൾക്കുന്ന ജനത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കും. അവരെല്ലാവരും ക്രിസ്തു തികഞ്ഞവരായി തീരുവാൻ സഹായിക്കും. നല്ല പിതാവേ, ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പേരും കൂട്ടായിരിക്കണം. രോഗങ്ങളോടെ, പല ഭാരങ്ങളോടെ, മക്കളെ കുറിച്ചുള്ള വ്യാധികളോടെ, ആദികളോടെ ഒക്കെ ആയിരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം അങ്ങനെ ആശ്വസിപ്പിക്കുന്ന കരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരുടെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇത് നിത്യ ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മകനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജ്ഞാനത്താൽ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ഉറപ്പാണോ? ഇങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒന്ന് റീപേയ്മെന്റ് കൊടുത്തേ, മഹത്വം കൊടുത്തേ. Hallelujah. We thank you, Heavenly Father. We thank you, Lord Jesus. We thank you, Holy Spirit. We thank you. We thank you. We thank you.